ഇവിടെയാണെങ്കിൽ നല്ല ഒഴുക്കുമുണ്ട്. ഇപ്പോൾ ഒരു സ്കൂൾ ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഈ ഡാം തുറന്ന് എന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്ത് നല്ല കലക്കലും ഒഴുക്കും വെള്ളമൊക്കെ ആയി, വെള്ളമൊക്കെ മുറ്റത്തേക്കൊക്കെ കയറി തുടങ്ങി. അപ്പോൾ പല സ്ഥലത്തും പല പല രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ പഴയൊരു ബാഗാണ്. ഈ ബാഗ് വെച്ചിട്ട് ഒരു സംഭവം കാണിച്ചു തരാം. ഇത് വെച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങി കാണിച്ചു തരാം. ബാഗിൻ്റെ ഏറ്റവും വലിയ കള്ളി തുറക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതുപോലത്തെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഇതെന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് നിറക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, അടപ്പെല്ലാം നല്ല മുറുക്കമുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം എന്ത് ചെയ്യുക, കുപ്പി ഇതുപോലെ നിറക്കുക. ഇപ്പോൾ കുപ്പി ഇത് കറക്റ്റ് അതിൻ്റെ അകത്തായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ സിബങ്ങ് അടക്കുക. ഇത് വീട്ടിലെ പഴയ പാൻ്റാണ്. ഇത് വെച്ചിട്ട് വേറെ അടിപൊളി ടെക്നിക്ക് ഉണ്ട്, അതും കാണിച്ചു തരാം. അതും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. കാരണം ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളാണ്. യാതൊരു പാടുമില്ല, ഒരു വൃത്തികേട ഒന്നുമില്ല. പക്കയായിട്ട് ക്ലോസ് ആയിട്ടിരിക്കും. കുപ്പി ഇപ്പം ഇതിനകത്തുണ്ട്. അതിനുശേഷം ചെയ്യേണ്ടത് ഇതുപോലെ ബാഗ് ഇടുക. ഫ്രണ്ടിലോട്ട് ബാഗ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ബാക്ക് ഭാഗമില്ലേ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടുക. അപ്പോൾ നോക്കിയത് ഇത് കറക്റ്റായിട്ടാണ് പിടിച്ചേക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലും ബാഗ് വെച്ചിട്ടുണ്ട്. ആ ബാഗിൻ്റെ വള്ളി വെച്ച് മാത്രമാണ് നമ്മൾ ടൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒന്ന് വെള്ളത്തിൽ ഇറങ്ങി നോക്കാം, പൊങ്ങി കിടക്കും നോക്കാം. ഉറപ്പായിട്ട് പൊങ്ങി കിടക്കും. കാര്യം അത്രക്ക് കുപ്പിയുടെ പവർ ഉണ്ട്. ഇത് സുഖമായിട്ട് പൊങ്ങി കിടക്കുന്നത്. കാല് വരെ പൊങ്ങി കിടക്കും. അതേ നോക്കി കേട്ടോ. ഒഴുക്കിൻ്റെ ഇതിലാണ് നമ്മൾ ഒഴുകി പോകുന്നത്. എങ്ങനെ ഇടുന്നാലും കിടക്കുന്നേ നോക്കി കണ്ട. ഒരിക്കലും താന്നു പോവില്ല ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ. ഇത് നമ്മുടെ വീട്ടിലൊരു പഴയ പാൻ്റാണ്. ഇതിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ബെൽറ്റ് ഇടുന്ന സംഭവമില്ല, അതിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലൊരു കയറ് കയറ്റിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതങ്ങ് കെട്ടിയേക്കുക. കണ്ട, കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ രണ്ട് ഭാഗം നീണ്ടു നിൽക്കണം. അതിനാണ് നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഓരോ കുപ്പി വീതം കയറ്റുക. അതെ, ഇങ്ങനെ ഈ ഹോളിൽ കൂടി ഒന്ന് കയറ്റിയാൽ മതി. ഇവിടെ കയറ്റി രണ്ട് വശത്തും ഒരുപോലെ ഇടണേ. ഈ ഒരു ഭാഗത്തും ഇടുക. ഇതിലിപ്പോൾ നമ്മൾ കുപ്പി നിറച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് വശത്തും കുപ്പിയുണ്ട്. ഇനി നോക്കി, ഇനി എന്താ ചെയ്യാൻ നമ്മൾ നോക്കി. നമ്മൾ പാൻറ്റിൽ ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ വെക്കുക. എന്നിട്ട് കൈ രണ്ടും പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു ഭാഗം ബാക്കിലോട്ട് ഇവിടെ ചുറ്റിയെടുക്കുക. ഈ പാൻറ്റിൻ്റെ ഈ ഒരു സംഭവം ചുറ്റിയെടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ടാവും. ആ വള്ളി എടുത്തിട്ട് ഇവിടെയും ചുറ്റിയെടുക്കുക. എന്നിട്ട് ഇതങ്ങ് കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളത്തിലൊന്ന് ഇറങ്ങി നോക്കാം. ഇതൊന്നും ആരും വീടുകളിലൊന്നും അനുകരിച്ച് നോക്കരുത്. ഇതൊക്കെ ചില അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രം ഉപയോഗിച്ച് നോക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെയാണെങ്കിൽ നല്ല ഒഴുക്കുമുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം പൊങ്ങി കിടക്കുമെന്ന്. ഇതിപ്പോൾ നല്ല ആഴമുള്ള സ്ഥലമാണേ. ഇതേ കണ്ട, ഒരാൾ പൊങ്ങി കിടക്കണം നോക്കിയതേ, ഒരു കുഴപ്പമില്ലാതെ ഒഴുകിപ്പോ. നല്ല ഒഴുക്കുള്ളതുകൊണ്ടാണതേ കണ്ട, സുഖമായിട്ട് പൊങ്ങി കിടക്കാൻ പറ്റും. ഇതൊന്നും വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചാലോ. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവരൊക്കെ അവിടെ ലൈഫ് ജാക്കറ്റ് ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലൈഫ് ബോയ് ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും.